പ്രകൃതിയും മനുഷ്യനും ദൈവവും ഒന്നാകുന്ന വൈശാഖ മഹോത്സവം വയനാടൻ മലനിരകൾക്ക് താഴെ കണ്ണൂർ ജില്ലയിൽ ബാവലിപ്പുഴയുടെ തീരത്ത് ദക്ഷിണേന്ത്യയുടെ വാരണാസി എന്നറിയപ്പെടുന്ന കൊട്ടിയൂരമ്പലം. പുരാണങ്ങളിൽ ഇവിടെ ദക്ഷയാഗം നടക്കുമ്പോൾ തന്റെ പിതാവ് നടത്തുന്ന യാഗത്തിൽ തന്നെയും പ്രിയതമനായ ശിവനെയും അവഹേളിച്ചതിൽ ദുഃഖിതയായ സതീദേവി യാഗാഗ്നിയിൽ ചാടി ജീവനെടുക്കുകയാണുണ്ടായത്. ഇതിൽ ഉഗ്രകോപത്താൽ ശിവൻ ജട പറിച്ച് നിലത്തടിക്കുകയും വീരഭദ്രനെ സൃഷ്ടിക്കുകയും ചെയ്തു. വീരഭദ്രൻ യാഗശാലയിൽ ചെന്ന് ദക്ഷന്റെ കഴുത്തറക്കുകയുമാണുണ്ടായത്. പിന്നീട് കൊടും വനമായിരുന്ന യാഗസ്ഥലം ഒരു കുറിച്ച യുവാവ് അമ്പിന് മൂർച്ച കൂട്ടാനായി കല്ലിലുരച്ചപ്പോൾ കല്ലിൽ നിന്ന് രക്തം വന്നപ്പോഴാണ് ഇവിടെയുള്ള ദൈവ സാന്നിധ്യം മനസ്സിലാവുന്നത്. ക്ഷേത്രത്തിൽ ഇന്ന് നടക്കുന്ന ചട്ടങ്ങളെല്ലാം ഉണ്ടാക്കിയത് ശങ്കരാചാര്യരാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇടവം മാസത്തിലെ ചോതി ദിവസം തുടങ്ങി 28 ദിവസം നീണ്ടു നിൽക്കുന്ന വൈശാഖ മഹോത്സവത്തിലേക്ക് ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ദിവസേന വന്നെത്തിക്കൊണ്ടിരിക്കുന്നത്.